ഹലോ നമസ്കാരം, ഞാൻ ലീഫി. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. രേണുസുധിയുടെ ബിഗ് ബോസ് എൻട്രി. അപ്പോൾ രേണുസുധീനെ ബിഗ് ബോസിലെത്തിച്ചത് രേണുസുധിയെ കല്ലെറിഞ്ഞവർ തന്നെയാണ്, നെഗറ്റീവ് വോളികളാണ്. അപ്പം അവർക്കൊരു ബിഗ് സല്യൂട്ട്. പിന്നെ പണ്ട് രേണുവിനെതിരായി ആരോപണങ്ങളുടെ ഒരു നീണ്ട നിരയാണ്. അതായത് എക്സ്പോസ് ചെയ്യുന്നു, വസ്ത്രം ധരിക്കുന്നത് ശരീരം എക്സ്പോസ് ചെയ്തുകൊണ്ടാണ് അവിടെ കാണിക്കുന്നു, ഇവിടെ കാണിക്കുന്നു. അപ്പം രേണു മാത്രമാണോ ഇങ്ങനെ ശരീരം എക്സ്പോസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്? എത്രയോ സെലിബ്രിറ്റികൾ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. ഇതേ അവസ്ഥ തന്നെയാണ് ജിഷയുടെ അമ്മയ്ക്ക് വന്നത്. അവരെ എല്ലാ കാര്യത്തിലൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, പക്ഷേ അവരെ ഒന്ന് മേക്കപ്പ് ഇട്ടു എന്നുള്ള പേരിലാണ് ബ്രൂട്ടീഷ്യൻ ആരോപിച്ച് നമ്മളെല്ലാവരും തന്നെ സൈബർ അറ്റാക്ക് നടത്തിയത്. അതേപോലെ തന്നെ വിശന്നിട്ട് ഭക്ഷണം മോഷ്ടിച്ചതിന് മധുവിനെ കൊന്നവരാണ് നമ്മൾ. പക്ഷേ അത് കള്ളനെന്ന് ആരോപിച്ച്, പക്ഷേ അതിനേക്കാൾ വലിയൊരു കള്ളൻ ഇവിടെ ഉണ്ടായിരുന്നു, വിജയ് മല്യ, കിങ്ഫിഷർ മല്യ. അയാൾ വിദേശത്തേക്ക് കടന്ന് UK-യിൽ ഇപ്പം സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇന്ത്യൻ ബാങ്കിൽ നിന്ന് കോടികൾ തട്ടി കടക്കാരൻ ആയതാണ്. അപ്പം സമൂഹം ചിലർക്ക് മാത്രം ചില പരിധികൾ വെച്ചിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് സമൂഹം പറയുന്നത് പോലെ അവർ ജീവിച്ചോളണം. അതാണ് ഇപ്പം രേണുസുധിയുടെ ഇതിലും അതുതന്നെയാണ് വന്നേക്കുന്നത്. നമ്മുടെ സമൂഹത്തിൻ്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് സദാചാരവാദികളും കുലസ്ത്രീകളുമാണ്. പിന്നെ പണ്ടൊരു ഫ്രണ്ട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്, ഇവിടെ ഒരു സ്ത്രീയോട് സുന്ദരിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേസ് കൊടുക്കുമെന്ന് പറയും. വിദേശത്ത് ആണ് ഒരു സ്ത്രീയോട് സുന്ദരിയാന്ന് പറയുന്നതെങ്കിൽ അവർ താങ്ക് യു എന്ന് പറയുമെന്ന്. അപ്പം അതാണ് നമ്മുടെ സൊസൈറ്റി. പിന്നെ എന്താ പറയണ്ടേ, ഒരു എന്താണ് അവനവൻ്റെ ജീവിതം എന്ന് പറയുന്നത്, അവനവൻ്റെ ലൈഫ് എന്ന് പറയുന്നത് അവനവൻ്റെ ഫ്രീഡമാണ്, അവനവൻ്റെ ശരികളാണ്. മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അതൊരിക്കലും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല. അപ്പം രേണുസുധിയൊക്കെ ശരിക്കും ഒരു ഫൈറ്ററായിട്ടാണ് ഞാൻ കാണുന്നത്, ഒരു പോരാളി. കാര്യമായ സപ്പോർട്ടൊന്നുമില്ല, ഒരു ഒറ്റയാൾ പട്ടാളം എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അതേപോലെ തന്നെ ഞാനൊരു ഒരു ചാനൽ കണ്ടു. രേണുവിനെതിരായിട്ടുള്ള ട്രോളുകളുള്ള ഒരു ചാനൽ യൂട്യൂബിൽ ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നു. അതിൻ്റെ പേര് രണാസുന. അപ്പോൾ അത് പിന്നെ രണാസുനയുടെ മീനിങ് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം ഒരു മനുഷ്യനെ അപമാനിക്കുന്നതിന് പരിധികളില്ലാതെ അപമാനിക്കുകയാണ്. ഒരു പബ്ലിക്കിൽ ഇതുപോലെയൊക്കെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടിട്ട് ഇത്രയും അശ്ലീലമുള്ള ഒരു പേരൊക്കെ കൊടുത്തിട്ട് ഒരു വ്യക്തിയെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഇതൊക്കെ ശരിക്കും ഒരു ക്രൈം തന്നെയാണ്. എന്തായാലും എല്ലാ സൈബർ അറ്റാക്കുകളുടെയും ഒടുവിൽ എന്താ പറയണ്ടേ, പിന്നെ സന്തോഷം തേടിയെത്തി. പിന്നെ കല്ലെറിഞ്ഞവർ തന്നെ അവളെ ബിഗ് ബോസിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വിജയിച്ച് വരട്ടെ. എന്തായാലും അവളുടെ ആറ്റിറ്റ്യൂഡ് അത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ വീഡിയോ ഇവിടെ തീരുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.